ഓരോ വർഷം പിന്നിടുമ്പോഴും വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ കൂടുന്നുണ്ട്. പഠിക്കാനുള്ള അന്തരീക്ഷം മെച്ചപ്പെടുന്നുണ്ട്. പഴയ കാലത്തെ അപേക്ഷിച്ച് എല്ലാ അടവുകളും പയറ്റിത്തെളിഞ്ഞ മാതാപിതാക്കളാണ് ഇന്നത്തെ കുട്ടികളെ വഴി നടത്തുന്നത് എന്നതും വാസ്തവം. കുട്ടികളുടെ കൂടെ ആടിയും പാടിയും കുറച്ചുകൂടി അടുത്ത് കൂട്ടുകാരെ പോലെയാണ് പല അധ്യാപകരും ഇന്ന് പഠന വിഷയങ്ങൾ മനോഹരമാക്കുന്നത്. ചൂടുള്ള ചൂരലോ ചോക്ക് കൊണ്ടുള്ള ഏറോ ഒന്നുമില്ലെങ്കിലും ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ഇന്നുള്ള കുട്ടികൾക്ക് പറ്റും. കാരണവും അധ്യാപകർ തന്നെ. പാട്ടുപാടി ക്ലാസ് എടുക്കുന്ന ടീച്ചർ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ഭൂതകാലം ഓർത്തവർ ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെയും സങ്കടം ഞങ്ങളുടെ കാലത്ത് അങ്ങനെയല്ല അധ്യാപകർ എന്നതായിരുന്നു. എന്നാൽ അന്നത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ടായിരുന്നു, പരസ്പര ബഹുമാനമുണ്ടായിരുന്നു. ഇന്ന് അത് ഇല്ല എന്നല്ല, എങ്കിലും കുറവാണ്. വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്ന അധ്യാപകരുമുണ്ടെന്നുള്ളത് സമീപകാലങ്ങളിൽ തെളിയിക്കപ്പെടുന്ന രീതിയിൽ വാർത്തകൾ വന്നതാണ്. ഇന്ന് കുട്ടികളെ, അത് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി, അവരെ സ്കൂളിൽ അയക്കുന്നത് മുതൽ അവർ തിരികെ വീട്ടിലെത്തുന്നത് വരെ ഏതൊരു മാതാപിതാക്കൾക്കും ഭയമാണ്. ചുരുക്കം ചില അധ്യാപകർ മാത്രമാണ് കുട്ടികളുമായി നല്ല രീതിയിൽ ആത്മബന്ധം കാത്തുസൂക്ഷിക്കുന്നത്. മദ്രസ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച അധ്യാപകനെയും പോക്സോ കേസിൽപ്പെട്ട അധ്യാപകനും 16കാരനുമായി അടുപ്പം കൂടിയ അധ്യാപികയുമെല്ലാം അടുത്തിടെ വാർത്താ വിഷയമായിരുന്നു. അടുത്തിടെയാണ് തമിഴ്നാട് നീലഗിരിയിൽ വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സർക്കാർ സ്കൂൾ അധ്യാപകൻ അറസ്റ്റിലായത്. 21 പെൺകുട്ടികളാണ് ഇദ്ദേഹത്തിനെതിരെ പരാതിയുമായി മുന്നോട്ട് വന്നത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നീലഗിരിയിലെ സർക്കാർ സ്കൂളിൽ ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പോലീസുകാർ എത്തിയതാണ് കേസിൽ വഴിത്തിരിവായത്. ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്താണെന്ന് വിശദമായി പറഞ്ഞുകൊടുത്ത പോലീസുകാർ ലൈംഗികാതിക്രമം നടന്നാൽ ഉടൻ അധികൃതരെ അറിയിക്കണമെന്ന് നിർദ്ദേശിച്ചതോടെ ഒരു വിദ്യാർത്ഥിക്ക് ധൈര്യമായി. 6 മുതൽ 8 വരെയുള്ള ക്ലാസുകളിൽ ശാസ്ത്ര അധ്യാപകനായ സെന്തിൽകുമാർ പലപ്പോഴും മോശമായ രീതിയിൽ തന്നെ സ്പർശിച്ചിട്ടുണ്ടെന്നും ആളില്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് ബലമായി ചുംബിച്ചിട്ടുണ്ടെന്നും കുട്ടി പോലീസുകാരോട് പറഞ്ഞു. തങ്ങളിൽ ഒരാൾ ധൈര്യമായി അധ്യാപകനെതിരെ പരാതി ഉന്നയിച്ചപ്പോൾ കൂടുതൽ കുട്ടികൾ മുന്നോട്ടെത്തുകയായിരുന്നു. സെന്തിൽകുമാർ ലൈംഗികാതിക്രമം നടത്തിയതിന്റെ ദുരനുഭവം 21 കുട്ടികളാണ് തുറന്നു പറഞ്ഞത്. മറ്റുള്ളവരോട് പറഞ്ഞാൽ ഭവിഷ്യത്ത് അനുഭവിക്കുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയെന്നും കുട്ടികൾ വെളിപ്പെടുത്തി. ഇതോടെ ജില്ലാ പോലീസ് മേധാവി NS നിഷയെ വിവരമറിയിച്ച പോലീസ് പിന്നാലെ അധ്യാപകനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഇയാൾ നീലഗിരിയിലെ സർക്കാർ സ്കൂളിൽ എത്തിയത്. സെന്തിൽകുമാർ കഴിഞ്ഞ 23 വർഷമായി സർക്കാർ സ്കൂളിൽ അധ്യാപകനാണ്. ഇയാൾ നേരത്തെ പഠിപ്പിച്ചിരുന്ന സ്കൂളുകളിലും വിശദമായ അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി. ഇത്തരം സെന്തിൽമാർ സമൂഹത്തിൽ വിരളമല്ല. തുറന്നു പറയാൻ കുട്ടികൾക്ക് തോന്നണമെങ്കിൽ അത് കേൾക്കാൻ ധൈര്യപൂർവ്വം അവർക്കൊപ്പം നിൽക്കുമെന്ന് അവർക്ക് തോന്നത്തക്ക രീതിയിൽ മാതാപിതാക്കൾ മാറേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്.